16ാം നിയമസഭയുടെ സ്പീക്കറായി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ തെരഞ്ഞെടുക്കപ്പെട്ടു. 101 വോട്ട് നേടിയാണ് വിജയം. LDF സ്ഥാനാർത്ഥി AC മൊയ്തീൻ 35 വോട്ടും BJPയുടെ BB ഗോപകുമാർ 3 വോട്ടും നേടി. എല്ലാവരും മാതൃകയാക്കേണ്ട സാമാജികരാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എന്ന് മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞു. 16ാം കേരള നിയമസഭയുടെ സഭാനാഥനായി പരിണതപ്രജ്ഞനായ രാഷ്ട്രീയ നേതാവ്, എൻ്റെ പ്രിയങ്കരനായ ജ്യേഷ്ഠ സഹോദരൻ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സ്ഥാനമേറ്റിരിക്കുകയാണ്. അദ്ദേഹത്തിന് ഞാൻ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ ഈ അവസരത്തിൽ നേരുന്നു. കഴിഞ്ഞ 3.5 പതിറ്റാണ്ട് കാലം കേരള നിയമസഭയിലെ അംഗമായി പ്രവർത്തിച്ച ഏറ്റവും സീനിയറായ രാഷ്ട്രീയ നേതാവാണ് അദ്ദേഹം. നിയമസഭാ സാമാജികനാണ്. ഞാൻ ഒരിക്കൽ കൂടി നമുക്കെല്ലാവർക്കും വേണ്ടി, ഈ സഭയ്ക്ക് എല്ലാവർക്കും വേണ്ടി, സഭയിലെ മുഴുവൻ അംഗങ്ങൾക്ക് വേണ്ടി, കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും വേണ്ടി ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ പ്രത്യേകമായി അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. അനുഭവ പരിചയം തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ മികച്ച സഭാധ്യക്ഷനാക്കുമെന്നാണ് പ്രതീക്ഷ എന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. കേരള നിയമസഭയുടെ ബഹുമാനപ്പെട്ട സ്പീക്കറായാണ് അങ്ങ് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. ഹാർദമായ അനുമോദനം അങ്ങേക്ക്. ഇവിടെ പ്രസ്താവിച്ചതുപോലെ സുദീർഘമായ നിയമസഭാ പരിചയമാണ് അങ്ങേക്കുള്ളത്. അതേപോലെ തന്നെ ദീർഘമായ സാമൂഹിക രാഷ്ട്രീയ ജീവിതാനുഭവം കൊണ്ട് സമ്പന്നമാണ് ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ്റെ പൊതുജീവിതം. ശ്രീത്ത് 3 പാർട്ടികളുടെ സ്പീക്കർ സ്ഥാനാർത്ഥികൾ ഇക്കുറി ഉണ്ടായിരുന്നു എന്നുള്ളത് ഇത്തവണത്തെ പ്രത്യേകത. പ്രോട്ടൈം സ്പീക്കറായ G. സുധാകരൻ വോട്ട് ചെയ്യാതെ അദ്ദേഹം മാറി നിന്നു. മൊത്തം 101 വോട്ടുകൾ UDF-ന്, 35 LDF-ന്, 3 BJP-ക്ക്. ഏതെങ്കിലും തരത്തിൽ വോട്ട് ചോർച്ച ഉണ്ടായില്ല. തിരുവഞ്ചൂർ ഇനി സഭാനാഥൻ. ശ്രീജിത്ത്. ഹാഷ്മി 16ാം കേരള നിയമസഭയുടെ സ്പീക്കറായി തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. രാവിലെ നടന്ന വോട്ടെടുപ്പിൽ 101 MLA-മാരുടെ പിന്തുണയിലാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സ്പീക്കറായി തിരഞ്ഞെടുക്കപ്പെട്ടത്. LDF-ൽ നിന്ന് മത്സരിച്ച AC മൊയ്തീന് 35 വോട്ടുകളും BJP-യിൽ നിന്ന് മത്സരിച്ച BB ഗോപകുമാറിന് 3 വോട്ടുകൾ ലഭിച്ചു. 140 MLA-മാരിൽ 139 പേർ മാത്രമാണ് സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്തിയത്. പ്രോട്ടൈം സ്പീക്കറായ G. സുധാകരൻ നിഷ്പക്ഷത പാലിച്ച് വോട്ടെടുപ്പിൽ നിന്ന് മാറി നിന്നു. എന്തായാലും കേരള നിയമസഭയുടെ സ്പീക്കറായി തിരഞ്ഞെടുക്കപ്പെട്ട തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അതിന് ഒരു പുതിയ നിയോഗമാണ് ഉണ്ടായിരിക്കുന്നത്. നിലവിൽ അദ്ദേഹം 8ാം തവണയാണ് MLA ആയി വരുന്നത്. 35 കൊല്ലം അദ്ദേഹം ഇതിനകം തന്നെ നിയമസഭാ സാമാജികനായി പൂർത്തിയാക്കി. 4 തവണ അടൂരിൽ നിന്നും 3 തവണ കോട്ടയത്ത് നിന്നും ഇപ്പോൾ വീണ്ടും 4ാം തവണ കോട്ടയത്ത് നിന്നും തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം 36ാം വർഷത്തിലേക്ക് കടക്കുകയാണ്. സാമാജിക നിലയിൽ വിവിധ വകുപ്പുകൾ മന്ത്രിയായിരുന്നിട്ടുണ്ട്. അങ്ങനെ ദീർഘകാലത്തെ പാർലമെന്ററി പരിചയമുള്ള നേതാവാണ് സ്പീക്കറായി അവരോധിതനാകുന്നത്. അതുകൊണ്ട് തന്നെ നിയമസഭയുടെ മഹിതമായ പാരമ്പര്യം തുടർന്നു കൊണ്ടുപോകാൻ ഏറ്റവും പര്യാപ്തനായ നേതാവ് എന്ന നിലയിലാണ് അദ്ദേഹത്തെ സ്പീക്കർ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നത്. ഇപ്പോൾ സ്പീക്കറെ അഭിനന്ദിച്ചുകൊണ്ട് കക്ഷി നേതാക്കൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അത്തരത്തിലുള്ള എല്ലാ നേതാക്കളും അദ്ദേഹത്തിൻ്റെ സുദീർഘമായ പാർലമെന്ററി പാരമ്പര്യം അടക്കമുള്ള കാര്യങ്ങളെ പ്രകീർത്തിച്ച് സംസാരിക്കുകയാണ്. രാഷ്ട്രീയ സ്വാധീനങ്ങൾക്ക് വഴങ്ങാത്ത ചരിത്രം തിരുവഞ്ചൂരിന്റെ പൊതുരാഷ്ട്രീയ ജീവിതത്തിലുണ്ട്. ഒരുപക്ഷെ TP ചന്ദ്രശേഖരൻ വധക്കേസിലെ അദ്ദേഹത്തിന്റെ ടെനുവറൊക്കെ അതിന് ഉദാഹരണമായി ചൂണ്ടിക്കാണിക്കുന്ന പലരുമുണ്ട്. അപ്പോൾ സഭയിൽ രാഷ്ട്രീയാതീതമായി നിഷ്പക്ഷമായി ഭരണ പ്രതിപക്ഷങ്ങളെ ഒരുപോലെ കാണുന്ന നേരത്തെ K. രാജൻ പറയുന്നത് പോലെ സ്ഫടിക തുല്യമായ അല്ലെങ്കിൽ വജ്രതുല്യമായ നിഷ്പക്ഷത പാലിക്കുന്ന ഒരു സഭാനാഥനാകും തിരുവഞ്ചൂർ എന്ന് സഭയ്ക്ക് സംശയമില്ല. ശ്രീത്. ഹാഷ്മി, കേവലം TP ചന്ദ്രശേഖരൻ വധക്കേസുമായി ബന്ധപ്പെട്ട അന്വേഷണ കാലയളവിൽ മാത്രമല്ല തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എന്ന ഭരണാധികാരിയുടെ നിഷ്പക്ഷത വ്യക്തമായിട്ടുള്ളത്. സോളാർ കേസുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഉയർന്നു വന്ന ഘട്ടത്തിൽ അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പേഴ്സണൽ അസിസ്റ്റന്റ് ടെനി ജോപ്പനെ അറസ്റ്റ് ചെയ്യുന്നതും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ആഭ്യന്തരമന്ത്രിയായിരുന്ന കാലത്താണ്. ഏതെങ്കിലും തരത്തിലൊരു രാഷ്ട്രീയ ഇടപെടൽ വഴി ഒഴിവാക്കപ്പെടാവുന്ന അറസ്റ്റായിരുന്നു അത് എന്ന കാര്യം പല കോൺഗ്രസ് നേതാക്കളും പിൽക്കാലത്ത് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. എന്നാൽ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ, ബന്ധമുണ്ടെങ്കിൽ ടെനി ജോപ്പനെ അറസ്റ്റ് ചെയ്യട്ടെ എന്ന ഒരു സമീപനമാണ് ആഭ്യന്തരമന്ത്രിയായിരുന്ന തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അക്കാലത്ത് സ്വീകരിച്ചത്. അപ്പോൾ മുടക്കോഴിമലയിൽ പോയി കൊടിസുനിയെയും കൃമാണി മനോജിനെയും TK രജീഷിനെയും ഒക്കെ അറസ്റ്റ് ചെയ്യാൻ AP ഷൗക്കത്തിനെ പോലെ ഒരു പോലീസ് ഉദ്യോഗസ്ഥരെ നിയോഗിച്ചത് അടക്കമുള്ള കാര്യങ്ങളിൽ മാത്രമല്ല
മാത്രമല്ല ഇത്തരത്തിലുള്ള രാഷ്ട്രീയ വിവാദങ്ങളിലും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നിഷ്പക്ഷനായ ഭരണാധികാരിയാണ്, ജനപക്ഷത്ത് നിന്ന് പ്രവർത്തിക്കുന്ന ഭരണാധികാരിയാണെന്ന് തെളിയിച്ചിട്ടുണ്ട്. ജലവിഭവ മന്ത്രിയായിരുന്നിട്ടുണ്ട്, ഗതാഗത വകുപ്പിൽ മന്ത്രിയായിരുന്നിട്ടുണ്ട്, ആഭ്യന്തര വിജിലൻസ് വകുപ്പുകൾ കൈകാര്യം ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഏതാണ്ട് 10-ലേറെ വകുപ്പുകൾ മന്ത്രിയായിരുന്ന അനുഭവ പരിചയം അദ്ദേഹത്തിനുണ്ട്. ഇക്കാലത്തെല്ലാം മികച്ച ഭരണാധികാരി എന്ന് തെളിയിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. അപ്പോൾ നിശ്ചയമായും സുദീർഘമായ ഒരു രാഷ്ട്രീയ പാരമ്പര്യത്തിന്റെ പാർലമെന്ററി ജീവിതത്തിന്റെ ഉടമയായ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സ്പീക്കറായി വരുമ്പോൾ അത് കേരള നിയമസഭയിൽ ഒരു പുതിയ ചരിത്രത്തിന്റെ തുടക്കമാകുമെന്നാണ് ഏവരും പ്രതീക്ഷിക്കുന്നത്. ഹാഷ്മി. ഓക്കെ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.